ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളത്ത് അച്ഛൻ മകളെ തോർത്ത് കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തിയ കേസിൽ അമ്മയും അമ്മാവനും കസ്റ്റഡിയിൽ. അമ്മ ജെസിമോളും അമ്മാവൻ അലോഷ്യസുമാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. 28 വയസ്സുള്ള മകൾ ഏഞ്ചൽ ജാസ്മിനെയാണ് പിതാവ് കൊലപ്പെടുത്തിയത്. വീട്ടുകാർക്ക് മുന്നിൽ വച്ചാണ് മകൾ ജാസ്മിനെ കഴുത്തു ഞെരിച്ച് കൊന്നതെന്ന വിവരമുണ്ടായിരുന്നു. കൊലപാതക വിവരം മറച്ചുവെച്ചെന്നും പോലീസ് പറയുന്നു. പിതാവ് ജോസ്മോനെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ചൊവ്വാഴ്ച രാത്രി വീട്ടിൽ വെച്ചുണ്ടായ തർക്കത്തിനിടെയാണ് ജാസ്മിനെ പിതാവ് തോർത്തുപയോഗിച്ച് കഴുത്ത് ഞെരിച്ചു കൊന്നത്. ജാസ്മിൻ്റെ കഴുത്തിലെ രക്തക്കുഴലുകൾ പൊട്ടിയാണ് മരണം സംഭവിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. മാരാരിക്കുളത്തിനടുത്ത ഓമനപ്പുഴയിൽ മകൾ ഏഞ്ചൽ ജാസ്മിനെ കഴുത്തിൽ തോർത്തുകുരുത്തി കൊലപ്പെടുത്താൻ ഫ്രാൻസിസിനെ ഭാര്യ ജെസിമോളും സഹായിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. ഫ്രാൻസിസ് കഴുത്ത് ഞെരിക്കുമ്പോൾ മകൾ രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ അമ്മ മകളെ കൊല്ലുവാനായി പിതാവിന് സഹായമൊരുക്കി എന്നാണ് പോലീസ് പറയുന്നത്. ഈ കൊലപാതക വിവരം മറച്ചുവെച്ചതിനാണ് അമ്മാവൻ അലോഷ്യസിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. മകൾ ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയതിനു ശേഷം സ്ഥിരമായി പുറത്തു പോകുന്നതാണ് തന്നെ പ്രകോപിപ്പിച്ചതെന്നാണ് പിതാവ് ഫ്രാൻസിസ് പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. നാട്ടുകാരിൽ ചിലർ ഏഞ്ചലിൻ്റെ രാത്രി യാത്ര ശരിയല്ലെന്ന മട്ടിൽ പിതാവ് ഫ്രാൻസിസിനോട് സംസാരിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഇതിൽ കുപിതനായാണ് ഫ്രാൻസിസ് തൻ്റെ മകളെ ചോദ്യം ചെയ്തതും ആ ചോദ്യം ചെയ്യൽ കൊലപാതകത്തിൽ കലാശിച്ചതും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന ഏഞ്ചലിൻ്റെ മൃതദേഹം വീട്ടിലെത്തിച്ച് ശവസംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ഓമനപ്പുഴ സെൻറ്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിൽ അടക്കം ചെയ്തു.